ഇന്നത്തെ എപ്പിസോഡ് പൊളിച്ചു. കൃഷ്ണമോളാണ് തകർത്തത്. കൃഷ്ണമോളെയും ബബിതയും കാണിക്കുന്നു. രണ്ടുപേരും കൂടി സംസാരിക്കുകയാണ്. അച്ഛനെ ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന് ബബിത പറഞ്ഞപ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, പതുക്കെ വരട്ടെ, അത്രയും നേരം നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ മേനോൻ എത്തി. രണ്ടുപേരും കൂടെ പുറകെ നടന്ന് ചോദിക്കുകയാണ്, അച്ഛാ എന്തൊക്കെയായി കാര്യങ്ങൾ? അലിനി ചേച്ചിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു? അവിടെ ആരൊക്കെയുണ്ട്? അവിടെ എന്താണ് ജോലി? തുരിതുരാ ചോദ്യങ്ങൾ ചോദിച്ചു. ബാലചന്ദ്രൻ മേനോൻ പറഞ്ഞു, ഇനി ഒന്ന് നിർത്താമോ, ഞാൻ ഇനി ഉത്തരം പറയട്ടെ? അച്ഛൻ ഇനി പറഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്ന് ബബിത പറഞ്ഞു. ബാലചന്ദ്രൻ മേനോൻ അലീനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ അങ്ങോട്ട് ചെന്നതല്ലേ ഉള്ളൂ, കുറച്ച് ദിവസം ആകുമ്പോൾ എല്ലാം പരിചയമാവും, ചിലപ്പോൾ നമ്മളെ മറന്നു പോവുകയും ചെയ്യും. അത് ബബിതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ചുമ്മാ അങ്ങ് പറയുക, അങ്ങനെ മറന്നു പോകത്തൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ വൈജയന്തി എത്തി. ബാലചന്ദ്രൻ ഇന്നലെ എവിടെയായിരുന്നു? അവളെയും കൊണ്ട് ഇന്നലെ ഇവിടുന്ന് പോയതല്ലേ, അവളെ കൊണ്ടാക്കിയിട്ട് ഇങ്ങ് എത്താൻ വേണ്ടി ഇത്രയും സമയമൊന്നും വേണ്ടല്ലോ. ബാലചന്ദ്രന് ദേഷ്യം വന്നു. അത് നീ ആരാടി ചോദിക്കാൻ? നീ എവിടെയായിരുന്നു? നിനക്കെന്ത് അധികാരമാണ് ചോദിക്കാൻ? ഞാൻ എവിടെയായിരുന്നു എന്ന് ബാലചന്ദ്രൻ അറിയാമല്ലോ. അത് അന്വേഷിക്കലല്ലേ എൻ്റെ പണി. നീ തിരിച്ച് കയറി വരുമ്പോൾ ഞാൻ ചോദിച്ചാൽ മതിയോ നീ എവിടെയായിരുന്നോ, നീ ആരുടെ കൂടെ ആയിരുന്നോ എന്ന്? അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ ഒരു വർത്താനം? പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഒളിച്ചുകൊണ്ട് നടക്കുന്നത് ഞാനല്ല, പിന്നെ ഞാനാണോ? അപ്പോൾ തന്നെ കൃഷ്ണമോൾ ഇടപെട്ടു. അമ്മ അച്ഛനോട് ഉടക്കാൻ തന്നെയാണോ വന്നത്? ഇത്ര ദിവസം എവിടെയായിരുന്നു? അമ്മയ്ക്ക് എന്ത് കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ? ഭർത്താവിനെ മക്കളെയും വീടും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ. ഇപ്പോൾ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ മക്കളെല്ലാവരും കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ എല്ലാം പോയിട്ടാണ് വന്നത്. അപ്പോൾ അതൊന്നും അമ്മയ്ക്ക് അന്വേഷിക്കണ്ടേ? അച്ഛൻ പോയത് മാത്രം അന്വേഷിച്ചാൽ മതിയോ? അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ആ പടിക്ക് ഇപ്പുറത്തേക്ക് അമ്മയെ കയറ്റില്ലായിരുന്നു. വൈജയന്തി ഇത് കേട്ട് സ്തംഭിച്ചു പോയി. കൃഷ്ണമോൾ പറഞ്ഞു, അമ്മയുടെ വാക്കിന് ഈ വീട്ടിൽ ഒരു വിലയുമില്ല, അത് ഇനിയും കുറയ്ക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൾ അകത്ത് കയറിപ്പോയി. ബബിതയും പറഞ്ഞു, വല്ല കാര്യമുണ്ടായിരുന്നു? വൈജയന്തി അങ്ങ് ഇല്ലാതായിപ്പോയി. ആൻ്റപ്പനും പൗലോസിനും അലീന അവരെ നേരത്തെ വിളിച്ചുണർത്തിയത് തന്നെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അലീന മുറ്റം അടിച്ചു വാരാൻ വന്ന ചേച്ചിക്ക് സാധനങ്ങൾ എടുത്തു കൊടുത്ത കാര്യം പറയുന്നത്. അത് തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരാ, അതുകൊണ്ട് ഞങ്ങൾ മിച്ചം വരുന്നതൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. സാബ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൻ്റപ്പൻ പറയുകയാണ്, ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ അറിയിച്ച് സാബിനെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ച് ഞങ്ങളതൊന്നും അറിയിക്കാറില്ല. അപ്പോൾ അലീനയ്ക്കെല്ലാം മനസ്സിലായി. ശരി ചേട്ടാ, ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന പോയി. അലീന പോയപ്പോൾ രണ്ടുപേരും കൂടി പറയുകയാണ്, ഇത് ശരിയാകില്ല, ഇവൾ നമുക്കൊരു പാരയാകുമെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അലീന ബൈജുവിനെ കണ്ടു. ബൈജു അവിടുത്തെ ഡ്രൈവറാണ്. ബൈജു അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. മുൻപ് നിന്ന വീട്ടിൽ ജോലിക്കാരിയായിരുന്നു, അവിടെ നിന്നാണ് ഇവിടെ എത്തിയതെന്നൊക്കെ അലീന പറഞ്ഞായിരുന്നു. ബൈജു എന്നിട്ട് പൗലോസിനോട് ചെന്ന് പറയുകയാണ്, ഇവൾ വെറും ഉടായിപ്പാണ്, സാബിൻ്റെ മകളൊന്നും അല്ല. ഇവിടെ വന്നില്ലേ ആ പാലാക്കാരനായിരുന്നു ഇവളെ വെച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ സാബിന് കൊടുത്തതാണ്. മകളാണെന്ന് പറയുമ്പോൾ ആരും ഒന്നും സംശയിക്കില്ലല്ലോ. ഇത് നമുക്ക് എല്ലാവരെയും അറിയിക്കണം, സാബിൻ്റെ വൈഫിൻ്റെ വീട്ടുകാരെ അറിയിക്കണം. ഞാനിപ്പോൾ എന്തായാലും കുട്ടിച്ചായനെ വിളിച്ച് പറയാം. കുട്ടിച്ചായൻ എന്ന് പറയുന്നത് സ്റ്റാൻലിയുടെ അപ്പച്ചനാണ്. സ്റ്റാൻലിയുടെ അപ്പച്ചനെ അപ്പോൾ തന്നെ ബൈജു വിളിച്ചിട്ട് അലീനയുടെ കാര്യം പറഞ്ഞു. അപ്പച്ചന് ദേഷ്യം വന്നു. അപ്പച്ചൻ പിറ്റേ ദിവസം അലീനെ കാണാൻ വരുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു പ്രൊമോയിൽ. അലീന രേവതിക്കുട്ടിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടി ആദ്യം പരിഭവത്തിലായിരുന്നു, നേരത്തെ വിളിച്ച് പറയാത്തത് കൊണ്ട്. അലീന പറഞ്ഞു, ഞാൻ സ്റ്റാൻലി ജോസഫ് എന്ന ഒരാളുടെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ വൈജയന്തിയുടെയും സ്റ്റാൻലി ജോസഫിൻ്റെയും മകളാണ്. ഇത് കേട്ട് രേവതിക്കുട്ടി ഞെട്ടിപ്പോയി. സത്യമാണോ ചേച്ചി ഈ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതെങ്ങനെ ചേച്ചി കണ്ടുപിടിച്ചത്? അത് എൻ്റെ പാവം അച്ഛൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. അച്ഛൻ എന്നെ എൻ്റെ സ്വന്തം പപ്പയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോയി. രേവതിക്കുട്ടിക്ക് വലിയ സന്തോഷമായി. ഈശ്വര, ഇത് സത്യമായിരിക്കണേ. ചേച്ചി വേറെ വിശേഷങ്ങളൊക്കെ പറയാം. ചേച്ചിയെ കണ്ടിട്ട് ചേച്ചിയുടെ പപ്പ ഓടി വന്ന് കെട്ടിപ്പിടിച്ചോ, എന്തൊക്കെയാ പറ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ അലീന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അലീന ഇനി നാളെ പറയുമായിരിക്കും, പപ്പയ്ക്ക് പട്ടാള ചിട്ടയാണ്, എന്നെ കണ്ടിട്ട് ഹലോ അലീന എന്ന് പറഞ്ഞിട്ട് ഷേക്കാനിന് കൈ നീട്ടി ആ കാര്യമൊക്കെ രേവതിക്കുട്ടിയോട് പറയുമായിരിക്കും നാളെ.